ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷ വെച്ചവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണണം. കാരണം നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് വീഴ്ചകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. സംസ്ഥാന സർക്കാർ ഈ സ്കീമിന് വേണ്ടി രജിസ്ട്രേഷൻ വിളിച്ചപ്പോൾ തന്നെ ഒരുപാട് അപേക്ഷകൾ വന്നിരുന്നു. അതിൽ ഒരുപാട് അപേക്ഷകളിൽ ഇപ്പോൾ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അപേക്ഷകൾ റിട്ടേൺ ആവുകയാണ്. അപേക്ഷ റിജക്റ്റ് ആയിട്ടില്ല, പക്ഷേ തിരുത്തലുകൾ നടത്തി റീസബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ റിജക്റ്റ് ആവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. ഉദ്യോഗസ്ഥർ എല്ലാ ഡോക്യുമെൻസും കൃത്യമായി പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ, അതായത് സർക്കാരിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് മറ്റാനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ, അതുപോലെ സർക്കാർ ജോലിയുള്ളവർ അത് സ്ഥിരമോ അല്ലെങ്കിൽ താൽക്കാലികമോ കരാർ തൊഴിലോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ആധാർ ഡാറ്റ വെച്ച് പരിശോധിച്ച് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകൾ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളിൽ തിരുത്തലുകൾ വന്നിട്ട് അപേക്ഷ റിട്ടേൺ ആവുകയാണിപ്പോൾ. അതിൽ പ്രധാനമായും പേരിലെ പൊരുത്തക്കേടാണ്. എല്ലാ ഡോക്യുമെൻസിലും പേര് ഒരുപോലെ അല്ലാത്തവർക്കും ഡേറ്റ് ഓഫ് ബർത്തിലെ ക്രമക്കേടുമാണ് ഇപ്പോൾ പ്രധാനമായും അപേക്ഷ റിട്ടേൺ ആവാൻ കാരണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുത്തലുകൾ ഉള്ളവർ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപേക്ഷ റിട്ടേൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് സ്റ്റാറ്റസ് പരിശോധിക്കുകയും വേണം. നമ്മൾ എവിടെ വെച്ചാണോ അപേക്ഷകൾ സമർപ്പിച്ചത്, അക്ഷയയിൽ വെച്ചോ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ വെച്ചോ ആണെങ്കിൽ അവരെ വിളിച്ച് നമ്മുടെ അപ്ലിക്കേഷനും കാര്യങ്ങളും ഉൾപ്പെടെ പറഞ്ഞു കൊടുത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യിപ്പിക്കുക. ഇനി ഫോണിൽ സ്റ്റാറ്റസ് നോക്കാൻ അറിയുന്നവർ അതുവഴി രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യിക്കുക. ഇനി ഫോണിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കൃത്യമായി മനസ്സിലാക്കി വീട്ടിലിരുന്നും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് തിരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അപേക്ഷ വെച്ചവർ തീർച്ചയായും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനിയും അപേക്ഷ വെക്കാൻ അവസരമുണ്ട്. അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അക്ഷയ വഴിയോ സ്മാർട്ട് ഫോൺ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അർഹതയുള്ളത്. പക്ഷേ അപേക്ഷ വെക്കുമ്പോൾ എല്ലാ രേഖകളിലെയും നമ്മുടെ പേര് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പോലും അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ്. റിട്ടേൺ ടു സിറ്റിസൺ എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അപേക്ഷ ഒന്ന് പുനഃപരിശോധിച്ച് റീസബ്മിറ്റ് ചെയ്യുക. ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.